Ho, ho, ho. സർഗം കിച്ചണിൽ വാനില സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. ഇതെല്ലാ കേക്കിൻ്റെ ബേസ് പോലെ നമുക്ക് ഉപയോഗിക്കാം, ക്രീമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് കേക്ക് ടിന്ന് തയ്യാറാക്കാം. ജസ്റ്റ് കുറച്ച് വെജിറ്റബിൾ ഓയിലോ ബട്ടറോ തേച്ച് കേക്ക് ടിന്നൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ച് പിടിപ്പിക്കാം. കുറച്ച് മൈദ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തുടച്ച് തട്ടി കുടഞ്ഞെടുക്കാം. നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കാം. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. എക്സ്ട്രാ വരുന്ന പൊടിയൊക്കെ നമുക്ക് ഇങ്ങനെ തട്ടിക്കളയാം. ഇനി അതേ വലുപ്പത്തിൽ ഒരു ബട്ടർ പേപ്പർ മുറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ തയ്യാറായിട്ടുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു കനുള്ള വട്ടത്തിലുള്ള പാത്രം വെച്ച്, ഇതിപ്പോൾ നോൺ സ്റ്റിക്കിന് ഉപയോഗിച്ചുള്ള കുറച്ച് ഉപ്പിട്ട്, ഇത് ഞാൻ ബേക്ക് ചെയ്ത് ഉപ്പ് തന്നെയാണ്, അത് കാരണം കുറച്ച് കളറ് മാറിയിട്ടുണ്ട്. ഒരു തട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടിരിക്കാം. ഇതൊരു 15 മിനിറ്റെങ്കിലും ഇങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. മൈദ 1 കപ്പ് നിറച്ച് വടിച്ചെടുത്തുള്ളത്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, സോൾട്ട് 1 പിഞ്ച്, മിൽക്ക് പൗഡർ 1 ടേബിൾ സ്പൂൺ. ഇത് എല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കണം, കട്ടയൊക്കെ ഒന്ന് പെടാണ്ടിരിക്കാനായിട്ട്. 2 പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 പ്രാവശ്യം കൂടി നമുക്ക് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണിത്. ഈ കേക്ക് തയ്യാറാക്കാൻ 4 എഗ്ഗ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ലോണം ബീറ്റ് ചെയ്യണം. ഒരെണ്ണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് പൊട്ടിച്ച് വയ്ക്കാം. നാല് പൊട്ടി നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ബീറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ ബീറ്റ് ചെയ്യണം ഹൈ സ്പീഡിൽ. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചീശയായിട്ട് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം, ഇളക്കി ഒന്ന് ചേർക്കാം. ഇനി കുറച്ച് ചേർക്കാം. വാനില എസൻസ് 1 ടീസ്പൂൺ. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. 1/2 കപ്പ് പാല്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് നമുക്കിനി ബീറ്റ് ചെയ്യാം. സ്പാറ്റിലോണ്ട് ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാവ് കുഴക്കിനോണ്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചെയ്താൽ മതി. ഇനി നമുക്ക് സ്പാറ്റിൽ ഉപയോഗിച്ച് ഇളക്കാം. ഇങ്ങനെ ഇളക്കി ഇതിങ്ങനെ ഒന്ന് വെട്ടണം. അപ്പോൾ എയർ ബബിളൊക്കെ പോവും. കേക്കിന് ഇളക്കുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കണം. കട്ടയൊക്കെ ഉടച്ച് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കണം. ഇതിപ്പോൾ തയ്യാറായിട്ട് ഇങ്ങനെ ഇളക്കി ഇതിങ്ങനെ നടുവോടെ ഒന്ന് വെട്ടി എടുക്കണം. ഇനി നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കിയ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് തട്ടി ടാപ്പ് ചെയ്യണം, ഇറക്കി വയ്ക്കാം. ഇനിയൊരു 30 മിനിറ്റ്
ഗ്യാസ് സിമ്മിലിട്ട് വേവിക്കണം. ഒരു വെയിറ്റും കയറ്റി വെക്കണം. 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കാം, സെൻറ്ററിൽ വെന്തിട്ടുണ്ട്. കത്തിമൊന്നും പിടിച്ചിട്ടില്ല. നമുക്ക് കേക്ക് മാറ്റാം. 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കുത്തി റെഡിയാക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ കേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കേക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റാം. നല്ല ഫ്ലഫി കേക്കാണ്. നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം, നല്ല തൊടുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് കേക്കാണത്. അപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.